എൻ്റെ ഫ്ലോപ്പ് ലിസ്റ്റിലെ ഒരു ഐറ്റം ആയിരുന്നു ഈ ഒരു ആലു പൊറോട്ട. പക്ഷേ ഇപ്രാവശ്യം അത് കിടിലനായിട്ട് നന്നായിട്ടോ. ചെറിയ ജീരകവും വെളുത്തുള്ളി, പിന്നെ ഉള്ളി കുനുകുനാ അരിഞ്ഞതും, ആവശ്യമെങ്കിൽ ക്യാരറ്റും, എൻ്റെ കയ്യിൽ കുറച്ച് ചീര ഉണ്ടായിരുന്നു, അതും കൂടി ഞാൻ ആഡ് ചെയ്ത് ലൈറ്റായിട്ട് മസാലപ്പൊടികൾ, മുളകുപൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, കുറച്ച് കായപ്പൊടിയും, ആവശ്യത്തിന് ഉപ്പും, പിന്നെ തലേ ദിവസം ഞാൻ നമ്മുടെ പൊട്ടാറ്റോ ഉണ്ടല്ലോ നല്ലോണം വേവിച്ച് ഉടച്ച് വെച്ചിരുന്നു, അതും എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള മലയാളിയും ചേർത്താൽ നമ്മുടെ മസാല റെഡി. ഈ മസാല ഉണ്ടാക്കുന്ന മുന്നേ തന്നെ ഞാൻ ചപ്പാത്തി മാവ് റെഡിയാക്കി റെസ്റ്റ് ചെയ്യാൻ വെച്ചിരുന്നു. അതിന് അത്യാവശ്യം വലുപ്പമുള്ള ഒരു ബോൾ എടുത്ത് ചെറുതായി ഒന്ന് വട്ടത്തിൽ വരത്തി ഉള്ളിലോട്ട് ആവശ്യത്തിനുള്ള ഫില്ലിങ് വെച്ച് കൊടുത്തിട്ട് ഇതേപോലെ എല്ലാം കൂടെ ഒന്ന് പ്രസ് ചെയ്ത് മൂടി വെച്ച് കൊടുക്കാം. അത്യാവശ്യം പൊടിയിട്ട് മെല്ലെ മെല്ലെ പരത്തിയെടുക്കാം. ഇതിത്തെ സ്പീഡ് നോക്കണ്ട കേട്ടോ, ഞാൻ വളരെ പതുക്കെയാണ് പരത്തിയത്, കാരണം എനിക്ക് പഴയ പോലെ ഫ്ലോപ്പ് ആയെന്നുള്ള പേടിയുണ്ട്. ഈ ആലു പൊറോട്ടന്റെ രണ്ട് സൈഡും അത്യാവശ്യം ഒന്ന് വെന്ത ശേഷം മാത്രം നെയ്യോ ബട്ടറോ ചേർത്ത് കൊടുത്താൽ നല്ല സോഫ്റ്റ് ആയിരിക്കും. പിന്നെ ഫുഡിൽ എന്തായാലും പ്രോട്ടീൻ വേണമല്ലോ, അപ്പൊ ഞാൻ 3 മുട്ട ഞാൻ പൊരിച്ചെടുത്തിട്ടുണ്ട്. അതും ഒരു ആലു പൊറോട്ടയും ഇതിന്റെ കൂടെ അടിപൊളി കോമ്പിനേഷൻ ആയിട്ടുള്ള ഈ ഒരു മിന്റ് ചട്നി ആട്ടോ ഇതിന്റെ ബെസ്റ്റ്. ആ വീഡിയോ ഞാൻ ഉടനെ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ ഇതായിരുന്നു ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ്.